مو في هذا شوفي هذا شنو فيه مو في هذا. കടേൻ്റെ 4 കടക്കപ്പുറം ഒരു അഫ്ഗാനിൻ്റെ റൊട്ടി കടക്ക് തീ പിടിച്ചു. അതെ, അയാൾ അറബി സംസാരിക്കുന്ന ആളാണിത്. നിങ്ങളെ എന്നിട്ട് എൻ്റെ അടുത്ത് ഫോണും കൊണ്ട് വന്നിട്ട് ഞാൻ എന്താക്കുക, അറബ് നാട്ടിൽ പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ നമ്മുടെ കയ്യിൽ ജെമിനി ഉണ്ട്, അതേപോലെ തന്നെ ഗൂഗിൾ ചാറ്റ് ഉണ്ട്, ചാറ്റ് ബോട്ട് ഉണ്ട് എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ഇതൊന്നും യഥാർത്ഥത്തിൽ ഭാഷ പഠിക്കുവാൻ 100% പെർഫെക്റ്റ് ആണോ? എന്താ നിങ്ങൾക്ക് തോന്നിയത്? ഹലോ, അസ്സലാമു അലൈക്കും ഭായ്, സദീഖ് വായത് സന്തോഷ്. അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നത്? അപ്പൊ ചിലരൊക്കെ പറയാറുണ്ടല്ലോ, ഭാഷ എന്ന് പറയുന്നത് ആ രാജ്യത്തൊക്കെ ചിലരും പല രീതിയിലൊക്കെ പഠിക്കാൻ പറ്റും, അതിനൊന്നും എന്ത് വേണ്ട, ഒരു ഗൈഡൊന്നും ആവശ്യമില്ല. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? السلام عليكم. وعليكم السلام، حياك الله. مرحبا ما شاء الله. طمني عنك يا استاذي. والله الحمد لله. والله استغربت مره ثانيه وتعجبت وش الحلاوه ذا الكلمات ما شاء الله. അൽഹംദുലില്ലാ. ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അറബിക് യൂണിയോടൊപ്പം വർഷങ്ങളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയ സുഹൃത്ത് റഫീഖ് സാബ് വീണ്ടും വന്നിരിക്കുകയാണ്, അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ഒരു 10ാം ക്ലാസ്സുകാരന്, ഒരു കഫ്റ്റീരിയയിലെ ജോലിക്കാരന് എങ്ങനെ ഇത്രയും ഫ്ലുവൻ്റായി അറബി സംസാരിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇന്ന് എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട്, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. كيف حالك يا عزيزي؟ بخير يا شيخ. طمني عنك يا أستاذي. والله ماشي الحال كذا بنعمة الله. الحمد لله. طيب هذاك اليوم كنا قابلنا أول مرة لما سمعت عنك ولهجتك قلت لك صح؟ صحيح ناديتني أنت تعالوا أبغي أقابلك. إيه نعم الحمد لله. ذيك اليوم أنت قالت لي. طيب والله أنا أستحي أتكلم مليالم يعني. حتى عرب بعد كذي لما يشوفني أنا ولما يسمع كلامي هم يعني يقبلون يعني سيد يعني نفس هذا اللي هذيك اليوم اللي تعجبون. ഞാൻ സത്യം ഇപ്പൊ എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ കഴിഞ്ഞൊരു 3 വർഷം 4 വർഷമായിട്ടില്ലേ പിന്നെ ഡയറക്റ്റ് പരിചയപ്പെട്ടിട്ട്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ലമ്മ സമയത്ത് ലഹജതക് استغربت قلت لك مرة ثانية يا حبيبي أبنقابلك يعني. كنت ذاك اليوم أنا ذاكر قبل 4 سنوات صح؟ وين كنت يعني في سنابور؟ هذيك اليوم قريب سنابور في الشارقة شجاع. شجاع في الشارقة. تمام. فاستغربت والحمد لله. كيف التقطت وحصلت هذا ഞാൻ പറഞ്ഞ എന്താ പറയുക, ഈ 4 വർഷത്തിൻ്റെ ഇടയിൽ ഇപ്പോഴേക്ക് നമ്മളൊരു മലയാളം പറഞ്ഞിട്ടുണ്ടാവും, ശരിയല്ലേ? ഇപ്പോൾ കുട്ടികൾ കുറച്ച് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും കൂടി ചെയ്യുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കുറേ കൂട്ടുകാർക്ക് കേട്ടോ. ഞാൻ ഇന്ന് വരെ മലയാളം സംസാരിച്ചില്ല. ഒരിക്കലും ഒരാളിനോട് പറഞ്ഞു പിന്നെ അയാൾക്ക് അറബി മാത്രമേ അറിയുള്ളൂ എന്ന്. അതേപോലെ ഏതായിരുന്നാലും വല്ലാഹി, എന്താ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു സാധാരണക്കാരൻ, നാട്ടില് എവിടെയാണ്? നാദാപുരം പുളിയാവ് ഒരു ഗ്രാമമാണ് അല്ലേ അത്? പുളിയാവ് ഗ്രാമത്തിൽ നിന്ന് 10ാം ക്ലാസ്സുകാരൻ അല്ലേ, വലിയൊരു കിതാബൊന്നും പഠിച്ച് വലിയ അറിവ് നേടിയിട്ടില്ല അല്ലേ, മദ്രസം പൂർണ്ണമല്ല, ചെറുതായിട്ട് പൂർണ്ണമായും പഠിച്ച് എന്നത് സത്യം പറഞ്ഞാൽ PG എടുത്തവർക്ക് പോലും എന്താകുന്നില്ല. അത് വേണമെങ്കിൽ നമുക്കൊന്ന് എന്താക്കാം, ചെക്ക് ചെയ്യാം. വന്നോട്ടെ. ഓക്കെ, സാധാരണക്കാർ ആർക്കും ഈ ഭാഷ എന്നത് ഒരു 300 വേർഡ്സ് ആൻഡ് ടെൻസ് ജസ്റ്റ് നമ്മളിത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാം, ആർക്കും എന്താക്കാം അറബി ഭാഷ പ്രത്യേകിച്ചും പഠിക്കാം വളരെ ഈസി ആയിട്ട്. വളരെ അതായത് മലയാളികളെ നാവിന് ഇത് വളരെ അതായത് സൂട്ടബിൾ ആണ്. പക്ഷേ ഒരു ഗൈഡ് ലൈൻ കിട്ടാതെ വരുമ്പോ കിട്ടൂല അല്ലേ? അത് വേണം, അതില്ലാതെ വരില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങള് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് ഒരു 10ാം ക്ലാസ്സുകാരൻ, ഒരു എന്താണ് പറയുക, പുളിയാവ് അല്ലേ, ഞങ്ങളുടെ രാജ്യത്തിന്റെ പേര് ഇഷ്ടം തോന്നുന്നില്ല അതിങ്ങനെ പറയല്. സാധാരണ ഞങ്ങളൊരു മെയിൻ രാജ്യം മാത്രമേ പറയുള്ളൂ, കോഴിക്കോട് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ നാദാപുരത്ത് പുളിയാവുകാരനായി ഒരു സീറോയിൽ നിന്ന് വന്ന് അറബിക് യൂണിയുടെ ഒരു ഫോളോവറായി വന്ന് കൂടെ നടന്ന് സഞ്ചരിച്ച് എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. ഇങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികളെ കൂട്ടത്തിൽ ഇത്രയും നന്നായി ഫ്ലുവൻ്റ്ലി സംസാരിക്കുന്നവരുണ്ട്, അഭിമാനത്തിന്. പക്ഷെ ഞാനത് വളരെ ഗൗരവമായിട്ടാണ് തുടക്കം മുതലേ ഉണ്ട്. പക്ഷെ ഞാനത് ഗൗരവമായിട്ടാണ് അതായത് എടുത്തത്. പഠിച്ചെടുക്കണം എന്നല്ല. ഞാൻ അറബി പഠിച്ചെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ അറബിക്ക് നിന്നാണ് യഥാർത്ഥത്തിൽ കിട്ടിയത്. ഇപ്പൊ അസ, അയക്കാം, ാണോ അങ്ങേ തിരക്കിലാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഉണ്ട്. ഇപ്പൊ ഫായുടെ ഉപയോഗമൊന്നും നമ്മൾ എന്താക്കാൻ പറ്റില്ല. നമുക്ക്
വായ്മൊഴിയായിട്ട് കേൾക്കുന്നതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങളോട് കൂടിയപ്പോൾ ഫാന്റെ ഉപയോഗം ഇന്നതാണ്, കിട്ടിയിട്ടുണ്ട്. ഉപയോഗം അല്ല, അതിനേക്കാൾ വലുത് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാല്, ഞാൻ നമ്മളെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട് ഗല്ലിദ് വ തഅല്ലം, അല്ലെ, അനുകരിച്ച് പഠിക്കാം. അതാണ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് തോന്നുന്നുണ്ട്. ഗല്ലിദ് വ തഅല്ലം, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ തുടക്കം മുതലേ ഞാനുണ്ട്. ആദ്യം എന്തായിട്ടുണ്ട്, ആ ഒരു നിലക്കാണ് ഞാൻ എന്താക്കിയത്, അതിനെടുത്തത്. ഏതായിരുന്നാലും ഭാഷ എന്ന് പറയുന്ന ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ കഫ്റ്റീരിയയിലാണ് ജോലി ചെയ്യുന്നത്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അബുദാബിയിൽ SP ബർഗർ എന്ന. എന്താ പേര്? SP ബർഗർ. അതിലുള്ള ഒരു പിന്നെ അതായത് നിങ്ങൾ ആ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലാതെ വലിയൊരു പിന്നെ എന്താണ് അറബി കോളേജിലെ അധ്യാപകനോ ഒന്നുമല്ല. പക്ഷെ ഭാഷ കൊണ്ട് എനിക്ക് എപ്പോഴും കഫ്റ്റീരിയയിലായി കഴിഞ്ഞാൽ ആ ലെവലിലുള്ള ഒരു ജോലി കിട്ടും. ഞാൻ കേഷ്യർ ആയിരിക്കും, അല്ലെങ്കിൽ കൗണ്ടറിലായിരിക്കും, അല്ലെങ്കിൽ മാനേജർ ആയിട്ട്, അങ്ങനത്തെ ഒരു ജോലിയാണ് ഇപ്പം കിട്ടുക. ഈ അറബികൾ പറയാറുണ്ട് ഒരു വാക്ക്, മൻ അറഫ ലുഗത്ത ഖൗമി അമിന മക്റഹു. ഏതൊരു രാജ്യത്ത് ജനങ്ങളോടൊപ്പം ജീവിക്കുമ്പോഴും അവരുടെ ഭാഷ അറിഞ്ഞാൽ ഒരു കുതന്ത്രവും ഭയപ്പെടാനില്ല. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഒരു ജീവിതാനുഭവം എന്ന് പറയാമോ? അറബികളുടെ കൂടെ കൂടുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങൾ? ഒരുപാട് അനുഭവമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഈ അറബിക്ക് വചനമാണ് എപ്പോഴും എന്നോട് അവരെടുത്തിട്ട് പറയാം. അവർ പറയുന്നത് എന്നോട് എപ്പോ ആ വാചകം പറഞ്ഞിട്ടാണ് അവരെന്താക്കുക എന്നോട്. അതൊരു വലിയ, പിന്നെ പലപ്പോഴും ടിപ്സുകൾ, കാര്യങ്ങൾ, അത് ചായക്കൊക്കെ പറയുമ്പോൾ ബാക്കി അവിടെ വെച്ചോന്ന് പറയും. അതിപ്പോ 500 അടക്കാൻ എനിക്ക് തൈറ്റുണ്ട്, 500 ദിർഹംസ് അടക്കാൻ എനിക്ക് തൈറ്റുണ്ട്. ഒരു ഭാഷ ഇല്ലാത്തവൻ ഒരു ഗ്യാപ്പിലാണ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മൾ പറയുമല്ലോ, അവർക്ക് ഇത് കിട്ടൂല അല്ലേ? ഇല്ല. പിന്നെ അവരിലുള്ള ഒരാൾ തന്നെ ആയിട്ട് എന്നെ ഇപ്പം സൗദി എന്നും അബുയമൻ എന്നൊക്കെ വിളിക്കുക. അബുയമൻ. അതവരെ ഈ യമനികളെ വിളിക്കുന്ന ഒരു ബഹുമാനിച്ചിട്ട് അവരൊരു യമനികളെ മൊത്തത്തിൽ വിളിക്കുക അബുയമൻ എന്നൊരു പ്രയോഗം അറബികളുടെ ഇടയ്ക്ക് അങ്ങനെയൊക്കെയാണ് വിളിക്കുക. ഇപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഒരാൾ മീറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ആദ്യ ഒരാള് സാധാരണഗതിയിൽ ഒരു മലയാളി സദീഖ് ഭായ് എന്നൊക്കെ പറയും, കുറച്ച് ഹിന്ദിയും കുറച്ച് മിക്സ് ആക്കി പറയില്ലേ അവര്. അപ്പൊ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? എന്റെ പ്രതികരണം, ഞാൻ അറബിന്റെ തനിയായ ശൈലിയിൽ ഞാൻ പറഞ്ഞു നോക്കാം. അപ്പൊ ഒരു അറബി കയറി വന്നിട്ട് ഹലോ അസ്സലാമു അലൈക്കും ഭായ് സദീഖ് വായത് സന്തോഷ്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? അപ്പൊ അതെ, അപ്പൊ അവര് മുഖത്ത് രണ്ടുപേരുടെ മുഖത്തോട് മുഖം നോക്കി യമനിയോ മഗരിബിയോ എന്നുള്ളത് ചോദിക്കോ? അസ്ലൻ ഹിന്ദി വല്ല അവരെന്താ ചോദിക്കാൻ സമയത്ത് പലപ്പോഴും എന്നോട് ഐഡിയ അടക്കം വാങ്ങിയവരുണ്ട്. ഐഡി ചെക്ക് ചെയ്യാൻ ഒരു സദസ്സിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ എന്തായിരിക്കും? ഉദാഹരണം, ഒരു വിഷയം അറബിയോട് സംസാരിക്കാനുള്ള ഒരു സദസ്സ് ചെന്നാലൊക്കെ എന്തായിരിക്കും? മലയാളം പറയുന്ന പോലെ ഞാനത് പറയും. കാരണം ഞാനത് ഗല്ലിദ് വ തഅല്ലം എന്നുള്ള ആ ഒരു പോളിസിയാണ് എന്തായത് ഞാൻ ഫോളോ ചെയ്തത്. കിട്ടിയൊരു ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ തുടക്കത്തിലെ നമ്മളെ ബന്ധത്തിന് 4 വർഷത്തോളമല്ലേ ഗല്ലിദ് വ തഅല്ലം. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് ഈ സത്യം പറഞ്ഞാൽ ഭാഷ എന്ന നമുക്ക് പല വാക്കുകളും പലതിൽ നിന്ന് കിട്ടും. പക്ഷെ ഈ ഒരു അനുകരണം ഉണ്ടല്ലോ, ആ ഒരു സ്ലാങ്, അതല്ലേ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആണല്ലേ? പിന്നെ മഖ്റജുകളും പ്രൊണൗൺസിയേഷൻ അത് അതിൻ്റെതായ രീതിയിലാവണം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അനുഭവം ഉള്ളത്? ഇൻസിഡൻറ്റുകൾ എന്തെങ്കിലും ഉണ്ട്? അതായത് എവിടെയെങ്കിലും സദസ്സിൽ നിങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ആളുകൾ ഓടി വന്ന് കാണുന്ന ഒരു ദിവസം എൻ്റെ കടേൻ്റെ ഒരു 4 കടക്കപ്പുറം ഒരു അഫ്ഗാനിൻ്റെ റൊട്ടി കടക്ക് തീ പിടിച്ചു. അതെ. അപ്പോൾ എല്ലാവരും ഓടുന്നുണ്ട്, മണ്ടുന്നുണ്ട്. ആർക്കും സാധാരണക്കാരാണ്, ലേബർ ക്യാമ്പായിരുന്നു. അപ്പോ എന്ത് ചെയ്യണം, ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത അയാൾ അറബി സംസാരിക്കുന്ന ആളാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് ഫോണും കൊണ്ട് വന്നിട്ട് ഞാൻ എന്താക്കുക, പിന്നെ അവിടെ വിളിക്കുക. അത് അറബിയിൽ. ഇപ്പം അറബി ചോദിക്കുന്നതിനൊക്കെ മര്യാദയ്ക്ക് എനിക്ക് പറയാൻ പറ്റുക. പിന്നെ വണ്ടി വരുന്നതിന് അനുസരിച്ചിട്ട് എന്നോട് അവർ ചോദിക്കുക. അപ്പൊ അവരൊക്കെ ഫയറിന്റെ ആൾക്കാരൊക്കെ എന്നെ എന്തൊക്കെയോ ഒന്ന് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. കാരണം അല്ലെങ്കിൽ ഒന്ന് മുറിഞ്ഞ ഇംഗ്ലീഷും ചിലപ്പോൾ അവർക്കും അങ്ങനെ അറിയണമെന്നില്ല ഇംഗ്ലീഷ്. അങ്ങനെ അറബി തന്നെ പറയാം. അത് വല്ല ഭയങ്കര. അപ്പൊ ഇവര് വന്ന് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളെയാണ് അവരെന്താക്കിയത് ശ്രദ്ധിച്ചത്? പിന്നീട് ഇവര് കരുതുന്ന ഞാൻ യമനിയാണെന്നാണ്. ഏതായിരുന്നാലും ഭാഷയുടെ ഇപ്പൊ ചിലരൊക്കെ പറയാറുണ്ടല്ലോ, ഭാഷ എന്ന് പറയുന്നത് ആ രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ പല രീതിയിലൊക്കെ പഠിക്കാൻ പറ്റും, അതിനൊന്നും എന്ത് വേണ്ട, ഒരു ഗൈഡൊന്നും ആവശ്യമില്ല. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു തരം പൊട്ട അറബിയൊക്കെ പറയുന്നവരുണ്ട്. നമുക്ക് ഒരാൾ മനസ്സിലാക്കി തരാണ്. ഇപ്പം ഞാൻ ഒരു കലിമ പഠിച്ചിട്ട് അതിൻ്റെ മീനിങ്ങിന് എത്രയോ കാലം കാത്ത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ മീനിങ് കിട്ടാൻ അറബിക്കുവിനൊക്കെ പോലത്തെ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അത് മനസ്സിലാക്കിയത്.
ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സംവിധാനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് ഒരാൾക്ക് അറബി പഠിക്കണമെങ്കിൽ അറബിക് യൂനി പോലത്തെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ റെഡിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫാൻ്റെ ഒക്കെ ഉപയോഗം, അതൊക്കെ നിങ്ങൾ റെഡിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഫാക്ക് എത്ര ഉപയോഗമുണ്ട്. അപ്പോൾ പഠനം വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വാക്ക് പഠിച്ചിട്ട് എത്രയോ ചിലപ്പോൾ 2-3 വർഷമൊക്കെ ഞാൻ ആ വാക്കിന് ഇത്ര അർത്ഥമുണ്ട്. ഓക്കെ, ഏതായിരുന്നാലും അതിൻ്റെ ഒരു ഗുണം കിട്ടി. ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടല്ലോ നിങ്ങളെ കുറിച്ച്. അതിൻ്റെ ലഹ്ജാത്ത് ലുഗാത്ത് ഷത്താ. എത്ര ഭാഷ അറിയാം നിങ്ങൾക്ക്? അറബി, ഇംഗ്ലീസി, روسي, هندي, ايراني, الملباري, اوكي، وبعد التامل بعد تامل حتى ما شاء الله تبارك الله. لغات كده. طيب ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ഇംഗ്ലീഷ് നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ എന്താ പറഞ്ഞത്? ഒരു 300 വേർഡ്സ് പഠിച്ചാൽ ഇംഗ്ലീഷ് 300 words and tense you just study, then you can speak any languages. അതല്ലേ. So it is very easily you can talk. So I am following by that policy. 300 words and tense, that's also 300 words only. Yeah. So I can speak. Okay. അതേപോലെ ഹിന്ദിയിൽ ഈ കാര്യം ഒന്ന് പറയാമോ? The same method you can follow. Okay. हिंदी भाषा में जो बोल सकते हैं? हिंदी जो भी हो तो बोल सकते. हिंदी तो बहुत आसानी है, तो किसी को भी बात कर सकते हैं, किसी को भी. ഓക്കെ. അപ്പോൾ അതിലൊക്കെ ഇസ് ബഹുത് ബഡേന അറബി, അതായത് ഇതിലൊക്കെ ഇപ്പോൾ ഇത് ഒരു കോടിക്കണക്കിന് മനുഷ്യരുടെ, അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾക്കൊക്കെയുള്ള സാമ്പത്തിക സോഴ്സ്, അവർ ജോലി ചെയ്യുന്ന കൊളീഗുകൾ, അവരുടെ മാനേജേഴ്സ്, ഇവരൊക്കെയും ഫേസ് ചെയ്യുമ്പോൾ ഈ ഇപ്പോൾ ലൗസമഹ്തി സയ്യിദ് ഫദലി അസീസി അതിന് വല്ല തർജുമയും ഇംഗ്ലീഷിലോ മറ്റൊരു ഭാഷയിലും ഇല്ലല്ലോ, ഒന്നിനും കാണില്ല. അവർ ആ പ്രാർത്ഥനേൻ്റെ അത്, പിന്നെ എക്സ്ക്യൂസിൻ്റെ അത്, ആ ഒരു മൊത്തത്തിൽ അറബികൾ മയത്തിൽ സംസാരിക്കുന്നവരും മയത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ, പിന്നെ അതായത് ഏത് കാര്യം ചെയ്യുമ്പോൾ ഒരു മയത്തിൽ കൂടെ ചെയ്യാൻ അവർ പഠിപ്പിക്കുക. അപ്പോൾ അറബികളോട് കൂടിയ നിലക്കൊക്കെ ഞാൻ മനസ്സിലാക്കിയതും അതാണ്. പിന്നെ അറബി ഭാഷേൻ്റെ ശൈലിയും അതാണ്, എളുപ്പത്തിൽ പഠിക്കാനും പറ്റും. ഒരു മനുഷ്യൻ സ്നേഹത്തോടെ പറയുമ്പോൾ അറബികൾ മൊത്തത്തിൽ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്നിൽ വലിയൊരു അട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അതെൻ്റെ മനസ്സിൽ കുറേ സമയം പതിഞ്ഞു നിൽക്കുകയാണ്. ആ വാക്കുകൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താക്കാൻ പറ്റും, അറബി വളരെ മൊത്തത്തിൽ എനിക്കെന്നില്ല ആർക്കും അറബി വളരെ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞാൻ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, ലോക ഹിയ സഖാഫ. കേട്ടത് ഞാൻ പലപ്പോഴും പറയാറ്. അതെ, ഒരു സംസ്കാരമാണ്, ഒരു കൾച്ചറാണ്. നമ്മളൊരു ഭാഷ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ചാറ്റ് ബോട്ടുകൾ, ഗൂഗിൾ ചാറ്റുകൾ, അതേപോലെ തന്നെ ജെമിനിയും അതേപോലെ ക്ലൗഡും എല്ലാം നമ്മളെ സഹായിക്കും. പക്ഷെ അതൊന്നും അവർക്ക് ജനങ്ങൾ അങ്ങനെ പറയാറുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ ഒരു ഗൈഡ്? എനിക്കൊന്നും അതിന്റെ ഫോളോ റെഡിക്ക് എന്താക്കാൻ പറ്റില്ല. അതിന്റെ മഹ്റജ് ആ വേർഡ്സ് അതിന്റെ പ്രൊണൗൺസിയേഷൻ കൃത്യമായി പറയാൻ കഴിയില്ല. അപ്പൊ അത് പറയുമ്പോഴാണ് ക്യാച്ചുള്ളൂ അല്ലേ? മറ്റേ പുസ്തകം വായിക്കുന്ന പോലെ ഉണ്ടാവും അല്ലേ? ഈ ബംഗ്ലാ അറബി എന്ന് പറയാമോ? ഒരു ബംഗ്ലാ അറബി അതെ, അറബികള് നമ്മ കാണുമ്പോ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളോട് അങ്ങനെ പറയാറുണ്ടോ? സദിഖ് അല്ല, നമ്മള് ഫസ്റ്റ് നിങ്ങൾ അറിയാതെ പരിചയപ്പെടാത്ത ഒരാളെന്താ പറയല്? അത് അങ്ങനെ പറയും. ആ ഒരു നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു നിലക്കാണ് അവര് സംസാരിക്കാൻ. ഒരു തന്നെ പറഞ്ഞേ, ഒരു പിന്നെ എന്താ പറയാം, സദിഖ് ഇങ്ങനെ ഒരു തമ്മിൽ ആൾക്കാർ പറയും, മറന്നിട്ടുണ്ടാവില്ലേ? നല്ല ഭാഷയൊക്കെ പറഞ്ഞ് അപ്പം ഇതിനെ ഒന്ന് മാറ്റിത്തരാൻ ഇപ്പം നമ്മൾ വലിയ ശ്രമം നടത്തിയിട്ടാണ് ആളുകൾക്ക് എന്താക്കുന്നത്, പഠിച്ച ആളുകളുടെ ഇപ്പം നമ്മളെ അക്കാഡമിയിലെ പഠനത്തിന് വരുന്നവർ നല്ലൊരു ശതമാനം ആൾക്കാരും 0-ൽ നിന്ന് വരുന്നവർക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യും. അതേ സ്ഥാനത്ത് പഴയതൊക്കെ ഒരു പൊട്ടാറബി തന്നെ പരിശീലിച്ച് 10-20 കൊല്ലം അവരെ കൂടെ നിന്ന് ആനകലാം സദീഖ് പഠിച്ച ആൾക്കാരെ മാറ്റാൻ കുറച്ച് പാടാണ്. അനുകരിച്ച് പഠിക്കുക എന്നുള്ള ആ പോളിസി, ആ മെത്തേഡാണ് പിന്നെ ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്തല്ല വിഷയമല്ല. അനുകരിച്ച് പഠിക്കണം. അതല്ല നമ്മൾ അറബി ഭാഷയിൽ ഭാഷ, ലഹജ രണ്ടും ഉണ്ട്. സ്ലാങ്ങും ഭാഷയും, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താക്കണം, പോകണം. അപ്പാണ് അനുകരിച്ച് പഠിക്കാൻ പറ്റും. അതെ. ഓക്കെ. എന്തെങ്കിലും തമാശയുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച എന്തെങ്കിലും പിന്നെ രസകരമായി? ഈ അറബികൾ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ പൊട്ടറബിയായിട്ട് ഇപ്പം എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. ഒരാൾ ഒരു അറബിനോട് പറഞ്ഞു, എന്തായിട്ട് മനസ്സിലാവുന്നില്ല, കഫീൽ ആന മർഹബ എന്നാ പറഞ്ഞു. ആന ലാസിം മർഹബ.
അപ്പോൾ ഇയാൾ പറയണ ആന ലാസിം മർഹബ. അങ്ങനെ ഞങ്ങളെ കോടതിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന ആ സമയത്ത്. ഇയാൾ വന്നു, ഒരു മലയാളി ഉണ്ട്, അയാൾക്ക് എന്താന്ന് പറഞ്ഞ് മനസ്സിലാവില്ല, ഹിന്ദിയാണ്. ആന ലാസിം മർഹബ. അതായത് റൂമിൽ ഭയങ്കര ചൂടുണ്ട്, അപ്പോൾ ഒരു ഫാൻ എന്തെങ്കിലും വേണമെന്നാ. അപ്പം ഫാനിന് പേരെന്താന്ന് ചോദിച്ചപ്പോൾ ഒരു ആൾ ബംഗാളി പറഞ്ഞു കൊടുത്തു, മർഹബ എന്നാ പറയാം. അത് മർവഹ എന്നാണ് ആ സാധനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പറയണം ആന ലാസിം മർഹബ. ഇങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടോ? ഓർത്തെടുക്കണം അതല്ല പെട്ടെന്ന് തന്നെ അങ്ങനെ. നിങ്ങൾ പിന്നെ സ്റ്റാൻഡേർഡ് ആൾക്കാരായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഈ ആളുകളുടെ അല്ല അങ്ങനെ ഞാൻ കൂടുതൽ അറബികളോട് തന്നെ ആണല്ലോ അങ്ങനെ. പിന്നെ നിങ്ങളെ ഈ അറബിക്കൂനൊക്കെ പോലത്തെ ഈ അറബിക്കൂനി കൊണ്ട് തന്നെ എന്താക്കാൻ പറ്റി, പിന്നെ കുറേ വേർഡ്സുകൾ എനിക്ക് എന്താക്കാൻ പറ്റി, പഠിക്കാൻ ക്യാച്ച് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നിങ്ങൾ മൊബൈലിലൊക്കെ ഇഷ്ടംമാതിരി ഇപ്പോൾ നേരത്തെ കണ്ടല്ലോ ഞാൻ. പക്ഷെ അതൊന്നും എന്താക്കാൻ പറ്റും. അതല്ല, അറബിക് യൂണിയുടെ വീഡിയോസുകൾ നിരന്തരം കാണുന്ന ഒരാളായിട്ട്. അതെ അതെ, എൻ്റെ ഫേസ്ബുക്കൊക്കെ ഏതാനും സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു അനുഭവം അറബികളോടൊപ്പം അവരിൽ ഒരാളായി ചെലവഴിക്കാൻ പറ്റിയ സമയം അല്ലേ? സദസ്സിലൊക്കെ ചെല്ലുന്ന സമയത്ത് അതിലൊരു ലഹജ എന്ന് പറയാമോ? ഈ പിന്നെ ഒമാനിലുള്ള ലഹജ എന്ന് പറയാമോ? ഒമാനിലെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു ശൈലിയാണ് വരുന്നത്. ഓക്കെ. ഇനി ഈ സലാലക്കാരിലൊക്കെ അതിന്റെ ശൈലി ഒന്ന് വേറെയാണ്. ജബലികളുണ്ട്. ജബലികൾ എന്താ ഉണ്ട്, അവരെ ഭാഷ അറബി അല്ലത്, അറബി അല്ലാതെ മറ്റൊരു ഭാഷ മിക്സ് ആയി വന്നിരിക്കും അല്ലേ? അവർ ഈ ജബലികളാണ്. യമനികളുടെ ഒരു സംസാര ശൈലി യമനികളൊന്നും പറഞ്ഞു അനുകരിച്ച്. യമനികൾ എന്ന് പറഞ്ഞാല് هينك يا رجل هينك يا رجل ما في اخبار ولا كلام عنك ولا كلام. طيب ആ ലഹജ തന്നെ ഒന്ന് ഒരു സൗദി ശൈലി എന്ന് പറഞ്ഞേ. محمد وينك يا رجل ما في اخبار ولا كلام عنك يا محمد انت وينك ما شاء الله. يعني كلمات كذا അത് സോഫ്റ്റ് ആയിട്ട് പോവാ അല്ലേ? ഇനി ഇപ്പം ഈ മറാത്തിനാണ് ഇപ്പം നിങ്ങളുടെ അബുദാബിയിലെ ജനങ്ങളുടെ സാധാരണക്കാരുടെ ആ ഒരു ഈ പെണ്ണുങ്ങളോടൊക്കെ അങ്ങനെ സംസാരിക്കുന്ന രീതിയിലല്ലേ ലേഡീസിനോടൊക്കെ? അതൊരു അവിടെ നിങ്ങൾ അത് നിങ്ങളുടെ ആ പഴയ ശൈലി ഫാർസി الكلمات بعض الكلمات يرجع الى فارسي كم ചാന്തേ ഫാർസി ചാന്തുമാ ഇന ചാന്തേ എന്താ പറഞ്ഞേ? ഇന ചാന്തേ. ഇതിന് എത്ര പൈസയാണ്? ചാന്തേ ഇന ചാന്തേ. ഓക്കേ. ചിമിഖോ എന്താണ് നിനക്ക് വേണ്ടത്? ചിമിഖോ അത് പേർഷ്യനോ? പേർഷ്യ. അഹ്വാൽ ശുമ ഖൂബി നമ്മൾ ഖോ കുറച്ചധികം ഖൂബി എന്ത് അഹ്വാൽ ശുമ ഖൂബി അങ്ങയുടെ സൗഖ്യം ചോദിക്കുമ്പോൾ അഹ്വാൽ ശുമ ഖൂബി. പിന്നെ കുജാമേരി എവിടെ പോകുന്നു? ചിമിഖോ ചാന്ത്മിഖോ. പിന്നെ വേറെ എന്തോ റഷ്യൻ ഭാഷ അറിയാന്ന് പറഞ്ഞല്ലോ. റഷ്യയിലെ ഏത് ഭാഷയാണ് അറിയാം? ഫറൂസ്കി. അത് റഷ്യയിലുള്ള അത്രയും കോമൺ ആയിട്ട് അവിടെ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ഫെമിലറായ ഭാഷയാണ്. അത് അവിടുത്തെ ഒരു കോമൺ ഭാഷയാണ്. നമ്മളെ ഇന്ത്യയിൽ ഹിന്ദി എന്നൊക്കെ പറയുന്ന മാതിരി അത് എല്ലാവർക്കും എന്താ പറയുക. പക്ഷേ ഓരോ സ്റ്റേറ്റിനും നമ്മുടെ കേരളത്തിന് മലയാളം, തമിഴ്നാട്ടിന് തമിഴ് എന്ന അങ്ങനത്തെ വേറെ ഭാഷയുണ്ട്. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, എന്താ വിശേഷങ്ങൾ? നിങ്ങൾക്ക് സുഖമാണോ? ഒരു 2 മിനിറ്റ് ഒരു സെക്കൻഡ് പറഞ്ഞാൽ എന്താണ് പറഞ്ഞേ? എന്തൊക്കെയാ മിസ്റ്റർ, അങ്ങേക്ക് സുഖാണോ? അങ്ങ് ഇന്ത്യക്കാരനാണോ? അങ്ങയുടെ പേരെന്താണ്? അപ്പൊ നമുക്ക് റഷ്യ പോണം, കുറച്ച് വെള്ളം വേണം, തണുത്ത വെള്ളം എന്ന് പറയുമ്പോ ഉമ്നായി വദ ഹച്ചു യാ ഹച്ചു വദ 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 എന്ന് പറഞ്ഞാല് വെള്ളം. ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഷയിൽ, വ്യത്യസ്ത ഭാഷകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്ത സാധനം അറബി തന്നെയാണ്. കാരണം എന്താണ്, ആളുകൾ പറയാറുണ്ട് ലക്ഷം രഹത്തസാനിയ, നമ്മൾ നല്ലൊരു സ്മെല്ല് വാസനിച്ച അപ്പോൾ ഒരു അത്ര കട എന്നാൽ പവർഫുള്ളായ ഒരു അത്ര പിന്നെ പെർഫ്യൂം മണത്താൽ പിന്നെ മറ്റൊരു മണക്ക് കിട്ടൂല. അത് എൻ്റെ ഒരു പ്രശ്നമുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും. എന്ത് റൂസി ഭാഷ പഠിച്ചാലും അറബിയുടെ അപ്പുറത്തേക്കൊന്നും പോകുന്നുണ്ടാവില്ല.
ഓക്കെ, ഇപ്പോൾ ആളുകൾ പറയും അറബ് നാട്ടിൽ പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ നമ്മുടെ കയ്യിൽ ജെമിനി ഉണ്ട്, അതേപോലെ തന്നെ ഗൂഗിൾ ചാറ്റ് ഉണ്ട്, ചാറ്റ് ബോട്ട് ഉണ്ട് എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ഇതൊന്നും യഥാർത്ഥത്തിൽ ഭാഷ പഠിക്കുവാൻ 100% പെർഫെക്റ്റ് ആണോ? എന്താ നിങ്ങൾക്ക് തോന്നിയത്? ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ട് മാഷാ അല്ലാ അങ്ങേ ഒരു പണ്ഡിതനാണ്. നിങ്ങൾക്ക് അറബിയുടെ ലഫ്ളുകൾ അതേപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എനിക്ക് എന്താക്കാൻ പറ്റൂല, ഞാൻ അറബി സംസാരിക്കും, പക്ഷെ നിങ്ങളെപ്പോലെ ഈ നിങ്ങളെ വീഡിയോകളും കാര്യങ്ങളും കാണുമ്പോൾ അതിൻ്റെ മഹ്റജുകൾ, അതിൻ്റെ ഉച്ചാരണം എവിടെ നിന്നാന്ന് ഞാൻ എന്താകുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ചാറ്റ് GPT മറ്റേ ചാറ്റ് ബോട്ടുകൾ ജെമിനിയൊക്കെ പഠിക്കുമ്പോഴും അത് അല്ലല്ലോ ആളുകൾ സംസാരിക്കുമ്പോൾ അങ്ങേക്ക് പറയാൻ പറ്റും. അങ്ങ് ഈ ഫീൽഡിൽ, അതായത് അങ്ങ് പണ്ഡിതനാണ്. ജെമിനി എന്തല്ല, അതിനൊന്നും ആ ഉച്ചാരണത്തിനോ മറ്റോ എന്താക്കാൻ പറ്റൂല, ഇല്ല. അതാണ് ഞാൻ തന്നെ, അതിന്റെ ഉത്തരമാണ് ഞാൻ തന്നെ പറയുന്നത്. കൂടെ നമ്മളിപ്പോ അറബിക് യൂണിയൻ എന്ന് പറയുന്ന സ്ഥാപനം, ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾ എന്നുള്ളവർക്ക് എന്താ നമ്മുടെ കുട്ടികളോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിപ്പോ നമ്മള് അഥവാ ഇപ്പൊ ഈ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ സമയം എടുത്തിട്ട് ചെയ്യുക, അതായത് ഏതാണോ പോസിബിൾ ആ സമയം. ഒന്ന് പോസിബിളായ ടൈമിലാണ് ക്ലാസ് കൊടുക്കുന്നത്. മറ്റ് നിങ്ങളെ ഒഴിവ് സമയത്തിന് എന്താക്കുന്നുണ്ട്, ഏത് സമയത്ത് വേണേ പഠിക്കാം. പിന്നെ ഏതെങ്കിലും ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അത് വാട്സപ്പ് വഴി അയച്ചു തരുന്നു. മറ്റ് ഒന്ന് ഡെയിലി ടിപ്സ്, പിന്നെ വീഡിയോകൾ, പിന്നെ ഫേസ്ബുക്കിൽ. എൻ്റെ ഫേസ്ബുക്ക് നിങ്ങൾ കണ്ടില്ല? ഇനി ഒരാൾക്ക് ഫേസ്ബുക്കിൽ ഉള്ളത് അയാൾക്ക് അന്ന് ആ സമയം അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താ കാലാകാലം എന്താ അവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. ഓക്കെ. മറ്റൊന്ന്, നമ്മൾ പണ്ടൊക്കെ പുസ്തകം നോക്കിയിട്ടും നമ്മളൊക്കെ മദ്രസയിലൊക്കെ പോയിട്ട് നമുക്ക് കുറേയൊക്കെ കണ്ടിട്ടും അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ പഠിച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ലേ, ഇന്ന് ലൈവാണ്. സംശയം തീർത്തിട്ട് എന്താക്കാം, നേരിട്ട് ചോദിച്ച് നമ്മളുടെ കാഫാണ് കാഫ്, കാഫാണ് കാഫ്, ഇതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അതിന് ഹ ആണെങ്കിൽ ഇപ്പോൾ ഹംസ, ഹംസയല്ല ഹംസയാണ് എന്നൊക്കെ പറയാം. അങ്ങനെ റെഡിക്ക് എന്താക്കാൻ പറ്റും, പിന്നെ വാക്കുകൾ അറിയാത്തവർക്ക് ചോദിച്ചു പഠിക്കാൻ സൗകര്യമുണ്ട്. അതൊക്കെ വലിയൊരു പഠിക്കുന്ന ആൾക്ക് വലിയൊരു പോസിറ്റീവ് കൊടുക്കുന്ന കാര്യമാണ്. ഓക്കെ, എന്തായിരുന്നാലും വളരെ സന്തോഷമുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിന്നത് ഇന്ന് ഈ ഇരുത്തത്തിൽ ഇത് റിയലി ആട്ടോ അല്ലേ? നമ്മൾ മലയാളം ഇതുവരെ പറഞ്ഞില്ലല്ലോ, മലയാളം സംസാരിച്ചിട്ടില്ല. والله تعجبت يا حبيبي. مشكور على الوقت، مشكور على اتكلم معك بس خلاص ما انا ما اتكلم مره ثانيه مليالم. اوكي, ഇനി ഞാൻ മലയാളത്തിൽ പറയില്ല കേട്ടോ, അത് കഴിഞ്ഞു. അതിപ്പോ ജനങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാ പറയുന്നത്, ബാക്കിയൊക്കെ അറബി മാത്രമായിരിക്കും. يا حبيبي ما شاء الله. مشكور على نورتني، بيض وجهك. الله وجهك يا عمي، ويرحم والديك ونقابلك ان شاء الله. اوكي، شكرا جدا. يلا مع السلامه. ما قصرت والله.